ചേർത്ത് കൊടുക്കാം. നന്നായി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അധികം പുളിയില്ലാത്ത കട്ട തൈര് നോക്കി വേണം ഈ ലോ ഫ്ലെയിമിലിടാൻ, പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചമുളക് അരിഞ്ഞത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ദോ പ്യാസയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി മീഡിയം സൈസുള്ള കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, അല്പം ലെമൺ ജ്യൂസ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതൊരു 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് തൈരിൻ്റെയും മസാലപ്പൊടികളും ചേർത്തുള്ള ഒരു മിക്സാണ്. അതിനായി ഞാനിവിടെ ഏകദേശം 3.5 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് തൈരുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. തൈരെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം പുളിയില്ലാത്ത കട്ട തൈര് നോക്കി വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ ദോ പ്യാസ തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായി ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. നല്ല ഗോൾഡൻ കളറായത് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഇതാ ഇവിടെ ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴണ്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കുറച്ചു നേരം വഴറ്റിയെടുക്കാം. ഇതിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണം. ഇതിൻ്റെ എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരും മസാല മിക്സും കൂടിയുള്ള കൂട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മസാലയെല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് തുറന്നു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊരു സെമി ഗ്രേവി ടൈപ്പാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇതുപോലെ പെറ്റൽസ് പോലെ അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞത്, തക്കാളി ക്യൂബിക് ഷേപ്പിൽ അരിഞ്ഞത്, അല്പം കസൂരി മെഥി, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ചെറു തീയിലിട്ട് 5 മിനിറ്റ് തുറന്നു വെച്ച് തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. സവാളയും തക്കാളിയും എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കാഷ്യൂ നട്ട് നെയ്യിൽ വറുത്തത് കൂടെ ചേർക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ദോ പ്യാസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.